നമസ്കാരം. 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം ഈ മണിക്കൂറിലെ വാർത്തകൾ വേഗത്തിൽ. ഓപ്പറേഷൻ നുംഖോറിൽ കൂടുതൽ നടപടികളിലേക്ക് കസ്റ്റംസ്. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള നടന്മാർക്ക് നോട്ടീസ് നൽകും. അമിത് ചക്കാലേക്കലിനെ രാത്രി ചോദ്യം ചെയ്തു. അമിത്തിന്റെ കൂടുതൽ കാറുകൾ പിടിച്ചെടുത്തേക്കും. ED അന്വേഷണത്തിനും സാധ്യത. CPIയുടെ പുതിയ ജനറൽ സെക്രട്ടറി ഇന്നറിയാം. ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ കൌൺസിൽ അംഗങ്ങളെയും ഇന്ന് തീരുമാനിക്കും. പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന കേരള ഘടകം. D രാജയ്ക്ക് ഇളവ് നൽകുമോ എന്നതിൽ മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ നിലപാട് നിർണായകം. കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം പട്നയിൽ. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ചർച്ചയാകും. വോട്ടുകൊള്ള ആരോപണം കൂടുതൽ സജീവമാക്കാനുള്ള രൂപരേഖയും ചർച്ചയ്ക്ക്. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിൽ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ 1-2 പ്രതികൾ. ഗോപാലകൃഷ്ണന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഷാജഹാനും. മെറ്റയുടെ റിപ്പോർട്ട് കാത്ത് പോലീസ്. H-1B വിസ അഴിച്ചുപണിയാൻ US ഭരണകൂടം. നിലവിലെ ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കും. യോഗ്യതയും മികവും അടിസ്ഥാനമാക്കി വെയ്റ്റഡ് സെലക്ഷൻ കൊണ്ടുവരാൻ നീക്കം. കൂടുതൽ ശമ്പളമുള്ളവർക്ക് 4 തവണ വിസ, അല്ലാത്തവർക്ക് ഒറ്റത്തവണ മാത്രം. റഷ്യയെ വിമർശിച്ചും ഇസ്രയേലിനെ അനുകൂലിച്ചും UN പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപ്. സമാധാനം ആഗ്രഹിക്കുന്നവർ ബന്ദികളെ മോചിപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന പരാമർശം. റഷ്യയോട് ചെറുത്തു നിൽക്കുന്ന സെലൻസ്കി ധീരനെന്നും ട്രംപ്. കൊൽക്കത്തയിൽ ശക്തമായ മഴ തുടരുന്നു. റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളക്കെട്ടിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ 9 പേർ മരിച്ചു. പൂജാവധി നേരത്തെ പ്രഖ്യാപിച്ച സർക്കാർ. തൊടുപുഴയിൽ വ്യവസായി ബിജു ജോസഫിനെ കൊന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. ബിസിനസ് പങ്കാളി ജോമോനുമായുള്ള സാമ്പത്തിക തർക്കം കൊലപാതകത്തിന് കാരണമായെന്ന് കുറ്റപത്രം. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ബൈക്ക് യാത്രികനായ കരവാളൂർ സ്വദേശി സംഗീത്. തിരുവനന്തപുരം മണ്ണന്തല മരുതൂരിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചും അപകടം. തിരുവനന്തപുരം വെണ്ണിയൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 90 പവനും 1 ലക്ഷം രൂപയും കവർന്നു. കവർച്ച നടന്നത് റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഗിൽബർട്ടിന്റെ വീട്ടിൽ. ഇനി വിശദമായ വാർത്തകളിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന്. സംശയത്തിന് നിഴലിലായ നിസാൻ പട്രോൾ, Y60, Y61 എന്നീ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലേക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റംസ് ചോദ്യം ചെയ്തു. 6 വാഹനങ്ങളുടെ വിവരങ്ങളാണ് അമിത്തിൽ നിന്ന് തേടിയിട്ടുള്ളത്. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ EDയും GST വകുപ്പും അന്വേഷണം നടത്തും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന, അനധികൃതമായി നികുതി തട്ടിച്ചു കൊണ്ടുവന്ന കേസിൽ ഇപ്പോൾ കേരളത്തിൽ 20ഓളം വാഹനങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട നടന്മാർ ദുൽഖർ, അമിത് ചക്കാലേക്കൽ, ഇവരുടെ പക്കൽ ഒന്നിലധികം വണ്ടികൾ എത്തിയത് എങ്ങനെ? ഇക്കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ കസ്റ്റംസ് വകുപ്പിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന, അത് കേരളത്തിലേക്ക് മൊത്തം എത്തിയ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലൊരു ഏകദേശ രൂപമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിവിധ ആളുകൾക്ക് വിറ്റത്, അത് എങ്ങനെയാണ് അവരുടെ കൈവശം എത്തിച്ചേർന്നത് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ ഇവർ ഇത് സ്വന്തമാക്കാനായിട്ട് ഏതെല്ലാം രീതികൾ അനുവർത്തിച്ചു എന്നത് കാര്യങ്ങളടക്കമുണ്ട്. അവിടെയാണ് വലിയ രീതിയിലൊരു കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് അത് രേഖകളുടെ ഒരു നിർമ്മാണം. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാറുകൾ ഇവിടേക്ക്
കൊണ്ടുവരുന്നതിന് അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നികുതികളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുമതി പത്രങ്ങളും ഇതെല്ലാം തന്നെ ലഭ്യമാക്കേണ്ടതുമാണ്. പക്ഷേ അതൊന്നുമില്ലാതെ തന്നെ ഇത്തരം വാഹനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ഇവിടെ എങ്ങനെ അത് കച്ചവടം ചെയ്യാൻ സാധിച്ചു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലുമാണ് അന്വേഷണം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ രേഖകൾ അതിൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടാകണം. കാരണം ഇതൊന്നും നിയമവിധേയമായല്ല നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ അനുമാനമുള്ളത്. അതുകൊണ്ട് ഈ കാറുകൾ എങ്ങനെ ഇവിടെ വന്നു, അതിന് ഏതെല്ലാം വകുപ്പിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നെല്ലാം രേഖകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇതിലേക്ക് വരുന്നത്. ഈ GST വകുപ്പും അതോടൊപ്പം തന്നെ EDയും എല്ലാം തന്നെ ഈ അന്വേഷണത്തിലേക്ക് വരുന്നതും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ അത് ഏത് രീതിയിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ളതാണ്, എങ്ങനെ ആർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ GSTയും അതോടൊപ്പം തന്നെ EDയുടെയും വൈകാതെ തന്നെ പ്രാഥമികമായ ഒരു അന്വേഷണം സംബന്ധിയായ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നടൻ അമിത് ചക്കാലക്കലിൻ്റെ വസ്തുക്ക് സമീപമാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം അദ്ദേഹത്തിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിന് ഗ്യാരേജ് ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ആ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന കൂടുതൽ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരണവും കസ്റ്റംസ് തേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വാഹനങ്ങൾ എത്തിയത്, ആരുടേതാണിത്, ഇത് അവിടെ ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിലത് ആരുടേതാണ്, അവർക്കിത് എങ്ങനെയാണ് കൈവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ കേസിൽ ദുൽഖർ സൽമാന് 2 വാഹനങ്ങൾ നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 വാഹനങ്ങളുടെ കാര്യങ്ങളിലാണ് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് എവിടെയാണ്, എങ്ങനെയാണ് വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്നത് പറയുമ്പോൾ പോലും ഇത് എവിടെ നിന്നാണ്, ഇപ്പോൾ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള കണ്ടെത്തലും നടത്താൻ സാധിച്ചില്ല. അത് സംബന്ധിയായ കാര്യങ്ങൾ ദുൽഖറിന് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തേടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കണ്ടെത്തിയിട്ടില്ല റേഞ്ച് റോവർ കാർ, അത് എവിടേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഗ്യാരേജിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുള്ളത് ഈ ലക്ഷറി വാഹനങ്ങളാണ്, വലിയ രീതിയിലുള്ള വാഹനങ്ങളാണ്. ഇത് മുഴുവനായിട്ട് തന്നെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നത് സാധ്യമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ സംശയാസ്പദമായി കണ്ടെത്തിയ വാഹനങ്ങൾ, മതിയായ രേഖകളില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അതത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. നിലവിൽ എവിടെയാണോ ഉള്ളത് അത് ആ സേഫ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് അവർക്ക് നോട്ടീസ് നൽകുകയും കൃത്യമായ രീതിയിൽ തന്നെ അതിന് അനുമതി ലഭിച്ചാൽ മാത്രമേ അത് പിന്നീട് അത് നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ രീതിയിലേക്ക് കസ്റ്റംസ് അതിന് നോട്ടീസ് നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കമാണ് കടക്കുകയും ചെയ്യുന്നത്. കാരണം കേരളത്തിൽ നമുക്ക് പല വാഹനങ്ങളും നിരത്തിൽ കാണാറുണ്ട്. നമ്മൾ പല വാഹനങ്ങളും ഇതര സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകുന്നു. അത് പ്രധാനമായും കൊച്ചിയും കോഴിക്കോടുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലായും അന്വേഷണം നടക്കുന്നത്. കൂടുതലും ആഡംബര വാഹനങ്ങൾ, SUV മോഡലുള്ള വാഹനങ്ങൾ, ഇതെല്ലാമാണ് കൂടുതലായും നിരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്, ഇത് ഭൂട്ടാൻ വാഹനങ്ങൾ എന്ന രീതിയിൽ ഉള്ള ഒരു കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ആസൂത്രിതമായ കൃത്യമായ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇവർക്കിടയിൽ തന്നെയുണ്ട്. അത് നിയമവിരുദ്ധമായി ഏതെല്ലാം രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണ ഏജൻസികൾ വിശദീകരണം തേടുന്നത്. ഏതായാലും കസ്റ്റംസിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. പിടിച്ചെടുത്ത രേഖകൾ, കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നു. വാഹനങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. EDയും ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞിരുന്നു, അതായത് ഈ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് എത്തിച്ചു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ കള്ളപ്പണത്തിന്റെ സാന്നിധ്യം ഈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള വാഹനം 10 ലക്ഷത്തിനും 4 ലക്ഷം രൂപയുള്ളത് 40 ലക്ഷത്തിനും ഒക്കെയാണ് വിട്ടിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ട്. അങ്ങനെയെങ്കിൽ അതിനിടെ ഈ പൈസയ്ക്കൊന്നും യാതൊരു കണക്കുമില്ല. ഈ കൊടുത്ത പൈസയ്ക്കും കണക്കില്ല, വാഹനം വാങ്ങിയതിനും രേഖയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിച്ചോ എന്നൊരു പ്രധാനപ്പെട്ട അന്വേഷണം അതിർത്തി കടന്ന് കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇപ്പോൾ ED ഈ കേസിലേക്ക് വരുന്നു, GST വകുപ്പ് വരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പ്രധാനമായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്ന് പറയുന്നത്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പണം ഇടപാട് എങ്ങനെ നടന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് ഈ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഇത് ആർക്ക് ഏത് രീതിയിലാണ് പണം കൈമാറി എന്നതും എല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ വിലക്ക് ഇവിടേക്ക് എത്തിക്കുകയും കൂടുതൽ വിലക്ക് മറച്ചു വയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ പണമിടപാടുകൾ യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ളൊരു കൈമാറ്റമാണ്, കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കപ്പെടുന്നതും അവിടെയാണ്. അതുകൊണ്ട് ഏത് രീതിയിലൊരു പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു അവിടെയാണ് EDയും പ്രധാനമായിട്ടും തന്നെ ആ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ള രേഖകളില്ലാത്ത കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന രേഖകൾ സംബന്ധിയായ കാര്യങ്ങളിൽ എങ്ങനെയാണ് എന്നതെല്ലാം തന്നെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അമിത് ചക്കാലക്കലിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് അടക്കം കടക്കുകയാണ്. വാഹനമാണോ? അങ്ങനെ 2 വാഹനങ്ങൾ താങ്കളുടേതായി പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് വന്നേക്കുന്ന എൻ്റെ വാഹനമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരുന്ന ഏകദേശം 5 വർഷമായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു 5 വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ വണ്ടി 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്കത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ RTO ഇവിടെ നേരിട്ട് വന്ന് RTOയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു LCയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ജെനുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ബൂട്ടാണെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽ ചെയ്തതിൻ്റെ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം. എൻ്റെ വണ്ടിയുടെ വെരിഫൈ ചെയ്തിട്ട് ഞാൻ നുണ പറയുന്നതല്ല, ഇത് ജെന്യുവൻ ആണെന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിയുടെ തന്നെ പഴയ നമ്പർ വെച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത ഒരു 15 വർഷം മുമ്പ് ഒരാൾ ചെയ്ത വ്ളോഗ് ഉൾപ്പെടെ റൈറ്റപ്പ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ 6 വണ്ടികൾ എൻ്റെയാണെന്നാണ് ഇന്നലെ പല ഇതിലും പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നോട്ടീസിൽ വണ്ടികളുടെ നമ്പർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ കാണുന്ന വണ്ടികൾ ഇതെല്ലാം ഇവിടെ കിടന്നത് ഉൾപ്പെടെ ഞാൻ വണ്ടികൾ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്, ആ ഗാരാജ്, അവിടെ എൻ്റെ കെയർ ഓഫിൽ വന്ന വണ്ടികളാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പണിയാൻ വേണ്ടി വന്ന വണ്ടികൾ. അപ്പോൾ ഇതെല്ലാം അതാത് ഇപ്പോൾ ഈ TN 0999 ഇതൊക്കെ ഇന്ത്യൻ ഇൻവോയ്സ് വണ്ടികളാണ്. അതായത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടികൾ പണിയാൻ വേണ്ടി ഇവിടെ വന്നെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോറൂമിൽ നിന്ന് വന്ന ഇൻവോയ്സ് കൊടുത്തുകൊണ്ട് അവർക്ക് അത് അവിടെ വെച്ച് പ്രോബ്ലം മാറി. ഇപ്പം ഒരു കൺഫ്യൂഷൻ ഇപ്പം ഞാനും ഇന്നലെ മുതൽ കണ്ടുപിടിക്കേണ്ട ഈ 6 വണ്ടികളുള്ള എൻ്റെ പിടിച്ചു എന്നുള്ളത് അത് തെറ്റാണ്. കാര്യം വർക്ക്ഷോപ്പിൽ കിടന്ന പല ആൾക്കാരുടെ വണ്ടികളാണത്. അതായത് ഓണേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഓണേഴ്സ് അതിൻ്റെ ഒറിജിനൽസും അവർക്കുള്ള ഡോക്യുമെന്റ്സും വന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കിടന്നത് കൊണ്ട് തന്നെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കിടന്ന വണ്ടികളുടെ ചിലത് റണ്ണിങ് കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ സീസ് ചെയ്തിട്ട് പോയി. റണ്ണിങ് കണ്ടീഷൻ ആയിരുന്ന വണ്ടികളെല്ലാം എടുത്ത് അവരുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് കൊണ്ടുപോയത് ഇവിടെ 2 വണ്ടികളാണ്. 2 വണ്ടികൾ, എൻ്റെ വണ്ടി കൂടാതെ 2 വണ്ടികൾ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഓണേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ ഓണേഴ്സ് അതിൻ്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ റെഫറൻസിലാണ് അവർ ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വേണ്ടി വന്നത്. കാര്യം അതിൽ ഒരു TN 01 AU 999 UP 14 BK 1000 MH01 DA KL 65 V 200 KL 47 J 4583 ഈ വണ്ടികളെല്ലാം അവിടെ എൻ്റെ കെയർ ഓഫിൽ പണിയാൻ വേണ്ടി വന്ന. പക്ഷെ അത് മീഡിയ ആരൊക്കെയോ തെറ്റിദ്ധാരണകൾ പെട്ടെന്നൊന്നും കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ എഴുതിയേക്കുന്ന എൻ്റെ വണ്ടികൾ എൻ്റെ അല്ല അത്. അപ്പോൾ അവരുടെ വർക്ക്ഷോപ്പിൽ തന്നാണ് അതിന് ചെല്ലാൻ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അതാത് ഓണേഴ്സാണ് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യേണ്ടത്. നിലവിൽ ഇവിടുന്ന് കൊണ്ടുപോയ 2 വണ്ടികളുടെ അവസ്ഥ എന്താണ്? എൻ്റെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടോ? ഇവിടെ വന്ന വണ്ടികളുടെ തന്നെ ഇവിടെ വെച്ച് തന്നെ RTO ഒന്ന് ചെക്ക് ചെയ്തു. ആക്ച്വലി ഇവിടെ വന്ന് തന്നെ RTO അതിൻ്റെ ഫസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഒറിജിനൽ രജിസ്ട്രേഷൻ ആണെന്ന്. കാര്യം 20 വർഷം 25 വർഷം രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം അതൊന്നും ടാമ്പർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ ഈ 2 വർഷമായിട്ട് ഇവിടെ വണ്ടി വന്നിട്ടുണ്ട്. ഈ വന്നേക്കുന്ന വണ്ടികൾ ടാമ്പർ ചെയ്താണ് രജിസ്ട്രേഷൻ നടന്നേക്കുന്നത്. ഇപ്പം ഈ 25 വർഷം മുമ്പ് ഉള്ള രജിസ്ട്രേഷൻ കാണിക്കുന്നതും ഇനി വല്ല ടാമ്പേർഡ് ആണോ വല്ല തട്ടിപ്പാണോ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവർ പിടിച്ചേക്കുന്നത്. അവർക്ക് ഉറപ്പ് തന്നെ നമ്മൾ കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എന്താ അറിയാം. നമ്മൾ ഈ ഒരു 6, 7, 8 ഓണേഴ്സ് കഴിഞ്ഞുള്ള ആൾക്കാരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ
ഒരു RTOയിൽ രജിസ്റ്റർ ചെയ്യണ സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പം ഈ പുറത്തുനിന്ന് വന്ന ഇമ്പോർട്ട് ഡോക്യുമെന്റ്സും സാധനങ്ങളെല്ലാം കൊടുത്താണ് രജിസ്ട്രേഷൻ കാർഡ് കിട്ടുന്നത്. ഇതെപ്പോഴും ആദ്യത്തെ ഓണറിൻ്റെ അടുത്താണ് ഉണ്ടാവുക. ചിലപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ കോപ്പിയൊക്കെ കീപ്പ് ചെയ്യും. അതായത് ഇമ്പോർട്ട് ഡോക്യുമെൻ്റ് ചില ആൾക്കാർ കീപ്പ് ചെയ്യും. ഇതൊരു 6-7 കൈമറിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്നത് RC ബുക്കും ഇൻഷുറൻസും പൊല്യൂഷനും സാധനങ്ങളും മാത്രമായിരിക്കും. നമ്മുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലുള്ള വേറൊരു വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ അടുത്താണ് വാഹൻ പോർട്ടലായത്. ഈ വാഹൻ പോർട്ടലായതിൻ്റെ മുമ്പുള്ള സാധനങ്ങൾ അവിടെ അവർ കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ ഇന്നലെ സാറ് വന്നപ്പോൾ ചോദിച്ചു, ഈ 99-ലുള്ളതിൻ്റെ ബാക്ക് ഡോക്യുമെൻ്റ് എന്തെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന്. അവരും ഉറപ്പല്ല പറയണത്. കാര്യം ഇത്ര വർഷം മുമ്പുള്ള ഇനി അതിൻ്റെ പുറകെ നമ്മൾ ഓടണം. പിന്നെ അവരോട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എൻ്റെ മുമ്പത്തെ ഓണേഴ്സ് ഒരു 10-15 വർഷം മുമ്പ് അവരവരുടെ ഫേസ്ബുക്കിലേക്ക് എൻ്റെ വണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ പഴയ ഓണേഴ്സ് വന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരൊക്കെ കോൺടാക്ട്സ് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് ജെനുവിനായിട്ട്, കാര്യം ഇത് 20 വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉള്ള വാഹനമാണ്. നമ്മളത് പ്രൂവ് ചെയ്യാന്നുള്ളത് കൊടുത്തു. ഇനി അവർക്കത് ബോധ്യപ്പെടണം. എൻ്റെ അല്ല, എൻ്റെ ഒറ്റ വണ്ടി പോയിട്ടുള്ളൂ. എൻ്റെ ഒരൊറ്റ വണ്ടിയുള്ളൂ. ഇവിടെ കിടന്ന വണ്ടിയാണ്, മലബാർ ഗോൾഡിന്റെ അവരുടെ വണ്ടിയാണ്. നിപ്പോൺ ടൊയോട്ടയെന്ന് അത് വർക്കിന് വേണ്ടി ഇങ്ങോട്ട് വിട്ടിരുന്നതാണ്. എൻ്റെ വണ്ടിയല്ല. ബാക്കി അവിടെ കിടക്കുന്നത് 1, 2, 3, 4, 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഉൾപ്പെടെ 7 വണ്ടി. എൻ്റെ ഒറ്റ വണ്ടിയുള്ളൂ. MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമേ ഉള്ളൂ എൻ്റെ. ഒറ്റ വാഹനമേ ഉള്ളൂ. വേറെ വാഹനങ്ങൾ ഒന്നും എൻ്റെ അല്ല. പക്ഷേ സോളിഡ് ആണ്. അതിന്റെ പ്രൂഫുകൾ ഈവൻ വെറുതെ ഫേസ്ബുക്കിൽ അതിന്റെ പഴയ രജിസ്ട്രേഷൻ ഉണ്ട്, ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നത്. അടിച്ചു കൊടുത്താൽ തന്നെ സെർച്ചിൽ ഒരുപാട് ഓണേഴ്സ് പോസ്റ്റ് ചെയ്തതിൻ്റെ വരെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്ര വർഷം പഴക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു പുതിയ അറിവാണ്. നമ്മളിതെല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളത്. കാര്യം ഇതിപ്പോൾ 2ാമത്തെ സെർച്ചാട്ടോ. ഇത് ഫസ്റ്റ് ടൈം അല്ല. നവംബർ മാസം കഴിഞ്ഞ 6 മാസം മുമ്പ് നവംബർ മാസം ഇതേപോലെ തന്നെ വന്ന് കസ്റ്റംസ് വന്നു, സെർച്ച് ചെയ്തു, ഇതേപോലെ സമൻസ് വന്നു. നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് എല്ലാമായിട്ട് ചെന്നു കിടന്നിരുന്ന ഈ വാഹനത്തിന്റെ എല്ലാ വാഹനത്തിന്റെ ആ വർക്ക്ഷോപ്പിൽ കിടന്ന വാഹനങ്ങളുടെ എല്ലാം. എന്നിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് വണ്ടികൾ ഒന്നും പണിയരുന്ന് പറഞ്ഞ് ആ വണ്ടികൾ പണിയാതിട്ടേക്കായിരുന്നു. നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടേ കൊടുത്താണ്. അപ്പൊ ആ സമയത്ത് പിന്നെ അവര് വിട്ടു. പക്ഷെ ഇന്നലെ വീണ്ടും വന്ന് പിടിച്ചു, വീണ്ടും അത് CC എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഗവൺമെന്റ് കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ വണ്ടികൾ ഇപ്പൊ TN01, UP, MH01, KL65, KL47J ഈ വണ്ടികൾ ഗരാജിൽ കിടക്കുന്ന വാഹനങ്ങൾ എൻ്റെ കെയർ ഓഫിൽ നിന്നാണ് അവരവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഈ പറയുന്ന പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഇപ്പൊ ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മലബാർ ഗോൾഡിന്റെ ആണെന്ന് അതിന്റെ ഓണറിൽ KL55 ലക്സസിന്റെയും പിന്നെ എൻ്റെ ലാൻഡ് ക്രൂസറിന്റെയും അവരെ സീഷർ ചെയ്ത് മീൻസ് അവരുടെ കസ്റ്റഡി ഉള്ള എൻ്റെ ഒരു പേപ്പർ ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ കെയർ ഓഫിലായതുകൊണ്ട് ഞാൻ അത് എത്തിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവരത് ഓണേഴ്സിനെ അവിടെ അസൈൻ ചെയ്യണം. അവരുടെ ബേസിക്കലി ഇത് ഒരു സ്മഗിൾഡ് വെഹിക്കിൾ അല്ല എന്നുള്ളത് അറിയണം. ഈ ഓണേഴ്സ് ആരും ഇതൊന്നും സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നതല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഉള്ളതാണെന്നാണ്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ഇത് ഇവരുടെ അടുത്ത് ഉണ്ടാവണം ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ്. ഇനി ഇതിന്റെ പുറകെ നമ്മളെല്ലാവരും ഓടണം. നമ്മൾ പ്രൂവ് ചെയ്യണം. അവർക്ക് പറയുമ്പോൾ ഇപ്പൊ അവർ ഇന്ന പേപ്പർ എവിടെ എന്ന് ചോദിച്ചാൽ ഇനി ആ പേപ്പർ നമ്മൾ ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതേപോലെ തന്നെ നമ്മൾ RC ബുക്ക് കൊടുത്തു, അതിന്റെ മറ്റേ പഴയ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു. അഡ്വക്കേറ്റ് ഇന്നലെ വന്ന 2 അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. അവരാണ് പിന്നെ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞു ഞാനെന്തോ വിസമ്മതിച്ച് എന്തോ മറ്റേ ഇതിലൊക്കെ പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല. ഇന്നലെ അവിടെ ഞങ്ങൾക്ക് 6 മാസം മുമ്പ് ഈ കേസ് വന്നപ്പോൾ സമൻസിൽ വന്നപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ് കൊണ്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നലെ പുള്ളി വീണ്ടും സെർച്ച് വാറണ്ട് പറഞ്ഞ് വന്നപ്പോഴേക്കും പുള്ളി വന്ന് ചോദിച്ചു വാറണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ വാറണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ച നിമിഷത്തിൽ അതിലുണ്ടായിരുന്ന ഒരു ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ല, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കവും ഇതുമാണ്. ഞാൻ അവിടെ മാറിയിരിക്കുകയായിരുന്നു, ഞാനല്ല ഒച്ചുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടു, അതുകൊണ്ട് പറഞ്ഞത്. ഇല്ല, എനിക്ക് ബേസിക്കലി വണ്ടികൾ എൻ്റെ അടുത്ത് ഞാൻ ഈ വണ്ടി 10-25 വർഷം പഴക്കമുള്ള വണ്ടി എന്താ പറയുക ഫുള്ള് പണിതെടുത്ത് വണ്ടികൾ നല്ല ഭംഗിയായിട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ എൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കുമെന്ന്. ആ വണ്ടികളെല്ലാം മിക്ക വർക്ക്ഷോപ്പുകളിലും പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് ഞാൻ അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ വന്ന വണ്ടികളെല്ലാം എനിക്ക് നേരിട്ട് അറിയാത്തവരാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്, ക്രേസാണ്. എനിക്ക് വെള്ളോടിയോ അല്ലെങ്കിൽ സേട്ടോലിയോ ഒന്നുമില്ല, ആകെയുള്ളൊരു പ്രാന്ത് വണ്ടിയാണ്. ആ വണ്ടി പ്രാന്ത് കൊണ്ടുള്ളൊരു വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയത്. അന്ന് കസ്റ്റംസ് എന്താണ് പറഞ്ഞത്? ഈ 6 മാസം മുമ്പ് സെയിം അവര് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുപോയി കൊടുത്തു. നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ പണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞൊരു 3-4 മാസമായിട്ടുള്ള വണ്ടിയുടെ രണ്ടാമത് പണികൾ കണ്ടിന്യൂ ചെയ്തുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഇതായത്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ഈ 3-4 മാസമായിട്ടാണ് ഇവിടെ ന്യൂസിൽ കുറെ ഈ ഭൂട്ടാൻ വണ്ടികളുടെയൊക്കെ. അപ്പോൾ അവർ വീണ്ടും ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാത്തിനും ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞായിരിക്കുള്ളൂ. പിന്നെ എന്താണ് ഹാജരാകാൻ ആവശ്യം? ഹാജരല്ല, ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പേഴ്സണൽ ഇല്ല. നമുക്ക് 10 ദിവസം സമയം തന്നിട്ടുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. പിന്നെ അവർക്ക് അതിന്റെ വെരിഫൈങ് പ്രോസസ്സ് ഉണ്ടാവും, ഈ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണോ എന്ന്. ഇന്നലെ ആ വണ്ടിയുടെ തന്നെ ഞാൻ ആദ്യം ഇൻവോയ്സ് കൊടുത്തപ്പോൾ അവരാദ്യം വണ്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ആ ഇൻവോയ്സ് അയച്ചു കൊടുത്തിട്ട് അവരുടെ പോർട്ടലിൽ ചെക്ക് ചെയ്തിട്ട് ജെനുവിനാന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി കൊണ്ടുപോകാതെ പോയത്. കഴിഞ്ഞ തവണ വണ്ടി സീസ് ചെയ്യുന്ന നടപടിയൊന്നും ഉണ്ടായില്ല അല്ലേ? ഇല്ല, അവർ സമൻസ് തന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം സമൻസ് വന്നു. സമൻസ് വന്നിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു സമൻസ് വന്നു. ഇങ്ങനെ ആ സമൻസ് നമ്മൾ കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്താണ്, എല്ലാം കൊടുത്താണ്. എല്ലാം സെയിം. ഇപ്പൊ ഇന്നാണ് വീട്ടിൽ വന്ന് നമ്മുടെ വീടൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അവിടെയും ദുൽഖറിന്റെ ഒരു 2 വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിയുടെ വാഹനം കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, പക്ഷെ കാണിക്കാനായിട്ട് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം. കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര മീൻസ് ലുക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ദുൽഖർ. കാര്യം എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു ആ വാഹനങ്ങൾ പുള്ളിയെടുത്തുണ്ട്. അപ്പൊ പുള്ളിയുടെ വാഹനം എന്ത് വന്നാലും ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, ഈ ദുൽഖറിന്റെ വാഹനം ഇന്ന സ്ഥലത്ത് കണ്ടുവന്ന്. അപ്പൊ ഞാൻ പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണാനായിട്ടൊരു അവസരം തരുന്നു. അപ്പോൾ പക്ഷെ അതെല്ലാം പുള്ളി എന്തറിഞ്ഞിട്ടാ, പുള്ളി ഒരിക്കലും ഒരു ഭൂട്ടാനിൽ പോയിട്ട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വാഹനമല്ല, ഇതേപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പൊ ആ വാഹനങ്ങളുടെ ബാക്ക് ഡോക്യുമെന്റ്സ് അത് രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ RT ഓഫീസിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ പഴയത് പോയി ചെകഞ്ഞ് കിട്ടണം. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാര്യം ഈ പഴയ വാഹനങ്ങൾ നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ ഇങ്ങനെ എമർജൻസി ആയിട്ടൊന്നും തരാനായിട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് കിട്ടുന്നവരെ വണ്ടി അവിടെ കിടക്കും. ഇനിയിപ്പോ ഒറ്റ വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് എന്റെ ഇതിലുള്ള MP ആ ഒരു വാഹനത്തിന്റെ മാത്രമാണ് എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിന്റെ അല്ല, ഈ നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് മറ്റേ RC ബുക്കും ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിപ്പോൾ പറയുന്നത് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ രജിസ്ട്രേഷൻ വിത്തൗട്ട് എനി ഡോക്യുമെന്റ്, അതായത് ഇപ്പോൾ ഒരു ഭൂട്ടാനിൽ നിന്നോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നൊരു വണ്ടി വന്നു, ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത രജിസ്ട്രേഷൻ അല്ല ഇതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ വാഹനങ്ങൾ അപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ളതല്ല എന്ന് നമ്മൾ ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള 5 വർഷം എൻ്റെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പുള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നു, അതിൻ്റെ ഉൾപ്പെടെ പ്രൂഫ് ഉണ്ട്. അതിനു മുമ്പ് ഒരു 1999 ഡൽഹി രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രൂഫുണ്ട്. നമ്മുടെ അടുത്ത് പ്രൂഫുണ്ട്, പക്ഷെ അവർക്ക് അത് ബോധ്യപ്പെടണം. നിലവിലെ 2 വർഷത്തെ വാഹനങ്ങളുടെ ആണ് അല്ലേ നോക്കുന്നത്? ഈ 2 വർഷത്തിലാണ് ഈ വാഹനങ്ങളെല്ലാം വന്നേക്കുന്നത്. ഈ പണ്ട് 1999 നമ്മുടെ ഇവിടെ ഒരിക്കലും 150% 200% ടാക്സ് ഇല്ല. ആ സമയങ്ങളിൽ വാഹനം സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം നിസ്സാര ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ അന്ന് ഈസി ആയിട്ട് വന്നത്. അപ്പോൾ അന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാര്യം വലിയ ടാക്സ് ഇല്ല. അപ്പം അന്ന് രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ ഇന്ന് പോലെയല്ല. ഇന്നിപ്പോൾ ആ വാഹനമാണെങ്കിൽ 200% ടാക്സും യൂസ്ഡ് വണ്ടികൾ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പോൾ ഇന്ന് അതൊരു വിലക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസക്ക് വന്നാൽ വലിയ പൈസക്ക് ആൾക്കാർ വാങ്ങും. പക്ഷെ ഞാനൊക്കെ ഇത് നിസ്സാര പൈസക്ക് അന്ന് വാങ്ങിയതാണ്. കാര്യം അന്ന് അത്ര വാല്യൂ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ മാർക്കറ്റും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും അതിൻ്റെ ട്രെൻഡൊക്കെ കൂടിയപ്പോൾ ഭയങ്കര വിലയായി. ഇപ്പൊ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ എന്ന് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി, ഒഫീഷ്യൽസിനും ഇല്ലാത്ത അവസ്ഥയായി. ഈ കസ്റ്റംസ് പറയുന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊരു വലിയ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ കോയമ്പത്തൂരിൽ നിന്നൊരു യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്ന അവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ആ വണ്ടികളുടെ അവിടെ നിന്ന് സാധനങ്ങളാണ് ആദ്യമായിട്ട് ഇവർ സീസ് ചെയ്തത്. അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും വാഹനം അവരായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അവരുടെ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാര്യം ഇതൊന്നും പുതിയത് കിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ അവരായിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്, ഒരു ഡോർ പാഡ്സ് 4 പണ്ട് 2021 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റേ ഡിസ്ക്, പഴയ ഒരു സിംഗിൾ ഡിസ്ക്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്നത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കാര്യം ഈ വണ്ടി പഴയ വാഹനം കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുന്നത്
ഇതേപോലെ യൂസ്ഡ് സാധനങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുന്നതും അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെയൊക്കെ ഓണേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തിലാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ദുൽഖർ ഒരു പ്രാവശ്യം ദുൽഖറിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു LC 200 നല്ല വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഈ ഭയങ്കര ബന്ധമാണ് പഴയ വാഹനമുള്ള ആൾക്കാർ തമ്മിൽ. കാര്യം എന്തെങ്കിലും എൻ്റെ അടുത്തുണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ അടുത്തുണ്ടാവും, എൻ്റെ എന്തെങ്കിലും ഒടിയുമ്പോൾ അവൻ്റെ നിന്ന് എടുത്തിടും. കാര്യം ഈ സാധനം വന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കരുതൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന വണ്ടിയുടെ ഒതന്റിസിറ്റി നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന വണ്ടിയുടെ വരെയും ഉത്തരവാദിത്തം നമ്മൾ പറയേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നലെ മീഡിയയിൽ 6 വണ്ടിയും എൻ്റെയാന്ന് പറഞ്ഞ്, ഇത് 6 ആറുടെ വണ്ടിയാണ്. പക്ഷേ പ്രശ്നം വരുമ്പോൾ കുരുങ്ങണം നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? പിന്നെ അവരും ചോദിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഇനിയിപ്പോൾ 6 വണ്ടി എൻ്റെ കെയർ ഓഫിൽ കിടക്കണം എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഈ 6 വണ്ടി ഞാൻ ഭൂട്ടാനിൽ നിന്ന് വല്ലതും കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് ഇട്ടേക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇനി ഞാനത് എൻ്റെ അല്ലാന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അമിത് ചക്കാലക്കൽ, അദ്ദേഹം ഒരു വാഹന പ്രേമിയാണ്, വാഹന ഡീലർ കൂടിയാണ്. ആ നിലയ്ക്ക് വാഹനങ്ങളുമായി വാഹനങ്ങൾ നിരന്തരം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. മാധ്യമങ്ങളിൽ വന്നതുപോലെയല്ല, ഒരൊറ്റ വാഹനം മാത്രമേ തൻ്റേതായുള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഹാജരാക്കും. ഇത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കസ്റ്റംസിൽ നിന്ന് നോട്ടീസ് ലഭിക്കുകയും അന്ന് വിവരങ്ങൾ ഹാജരാക്കുകയും ചെയ്തതാണ്. ഇത് പഴയ വണ്ടി വാങ്ങുക എന്ന് പറയുന്നത് ഇത്തരം വാഹനപ്രേമികൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി 5-6 ആളുകൾ കൈമറിഞ്ഞെത്തുമ്പോൾ രേഖകൾ കൈവശമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് അമിത് ചക്കാലക്കലിൻ്റെ വിശദീകരണം. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എന്താണ് ഈ വിഷയത്തിലുള്ള ആശയക്കുഴപ്പമെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും വിശദീകരിക്കുകയാണ് അമിത് ചക്കാലക്കൽ ചെയ്തത്. നമുക്ക് ഇന്നലെ കസ്റ്റംസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഇന്നിപ്പോൾ അമിത് പറയുന്നതും ഇതെല്ലാം ചേർന്ന് പോകുന്നതാണ്. ശ്രീജ, ഇക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം അത് നമ്മൾ കേട്ടതാണ്. കൃത്യമായിട്ട് അദ്ദേഹം വളരെ സോളിഡായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് 6 വണ്ടികൾ സംബന്ധിയായ കാര്യങ്ങളിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിൽ കൃത്യമായി അദ്ദേഹത്തിന് ഒരു വണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത്. മറ്റതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനങ്ങളാണ്. അത് ഗ്യാരേജിൽ പണിക്ക് വേണ്ടി കൊണ്ടുവന്നത്. താൻ ഒരു വാഹനപ്രേമിയാണ്. ആ വാഹന പ്രേമിയായതുകൊണ്ട് തന്നെ മറ്റു പലർക്കും തന്നെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം നൽകാറുണ്ട്. അപ്പോൾ തൻ്റെ വാഹനങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കുകയും താൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളെല്ലാം തന്നെ നൽകുകയും എല്ലാം തന്നെ ചെയ്തത് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഉടമസ്ഥതയിൽ ആ ഗ്യാരേജിൽ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ആരാ വാഹനങ്ങൾ കൊണ്ടുവന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു വിശദീകരണം തന്നിൽ നിന്ന് തേടിയത്. അതെല്ലാം തന്നെ മറ്റുള്ളവരുടേതാണ്. അത് അദ്ദേഹം വിശദീകരിച്ചു. ആ വാഹനങ്ങൾ എല്ലാം അതിൻ്റെ ഉടമസ്ഥക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ആ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനം കഴിഞ്ഞ വർഷങ്ങളായിട്ട് അത് ഇവിടെയുള്ളതാണ്. അത് ഇവിടെ നിരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം തന്നെയാണ്. അത് കൃത്യമായിട്ടും അതിൻ്റെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതിൽ മറ്റൊന്നും തന്നെയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരിശോധനകളുടെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ചകൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിലുള്ളൊരു പരിശോധനകളടക്കം ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നു. അന്നും ഇതുപോലുള്ള വിശദീകരണങ്ങൾ ചോദിച്ചെടുക്കുകയായിരുന്നു. പക്ഷെ അന്ന് വീടുകളിൽ ഒരു പരിശോധന ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പുതിയ ഭൂട്ടാൻ വാഹനങ്ങളുടെ ഒരു സാഹചര്യത്തിലാണ് വീടുകളിലേക്ക് ഒരു പരിശോധന വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും പരിശോധന നടന്നിരിക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്. 2 വാഹനങ്ങൾ തൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്നു. അതിലൊന്നിൻ്റേത് അപ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ അയച്ചു കൊടുക്കുകയും അവരത് വെരിഫൈ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വാഹനമാണ്, അതിൽ മറ്റൊരു വാഹനമാണ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെയും വിശദാംശങ്ങൾ തൻ്റെ കയ്യിലുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഇവിടെ കസ്റ്റംസിൽ അത് ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇത് നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥക്കാർ, അതിൻ്റെ ഒറിജിൻ വാങ്ങിച്ചത് എവിടെ, ആരാണോ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചത്, അതുമുതലുള്ളൊരു വിശദാംശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് ഡോക്യുമെൻറ്റ്സ് അത്രയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ ഒരു അത്രയും അധികം തുടക്കക്കാരിൽ നിന്ന് എടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അതിനൊരു സമയം നൽകി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ തുടരുകയാണ്. ഒരിക്കലും ഇത് കള്ളക്കടത്ത് വാഹനങ്ങളല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച്
പറയുകയും ചെയ്തിരുന്നു. മറ്റു താരങ്ങൾക്കും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അവർക്കും ഇത് മറ്റ് ആരുടെ പക്കൽ നിന്നും വാങ്ങിച്ചതാകാം. അതിനുള്ള ഒരു വിശദാംശങ്ങൾ രേഖകളും അവർ ഹാജരാക്കുന്ന മുറയ്ക്ക് അവർക്കും ഈ കേസിൽ നിന്ന് വിടുതൽ ഉണ്ടാകുമെന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന വാർത്തകൾ ഉണ്ടായിരുന്നത് ഇതിൽ 6 വാഹനങ്ങൾ അമിത് ചക്കാലക്കലിൻ്റെതായിരുന്നു എന്നതാണ്. പക്ഷേ അദ്ദേഹം അതിപ്പോൾ നോട്ടീസ് കാണിച്ചുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് തന്നെ വിശദീകരിക്കുന്നു. ഇത് തൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല, തൻ്റെ പരിചയമുള്ള ഗ്യാരേജിൽ അത് പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. തനിക്ക് വാഹനഭ്രമമുള്ളതുകൊണ്ട് പലരും ഇത്തരം കാര്യങ്ങൾ എവിടെ ഇതെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നതെല്ലാം തന്നെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റെഫറൻസ് വന്നതുകൊണ്ട് മാത്രമാണ് അത് തൻ്റെ പക്കലേക്ക് വന്നത്. ഉടമസ്ഥർക്ക് അവരോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസുമായിട്ട് കസ്റ്റംസിൽ ബന്ധപ്പെടണമെന്നത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. തൻ്റെ പക്കലുള്ളത് 2 വാഹനങ്ങളാണ്. ഒന്ന് അവർക്ക് രേഖകൾ സമർപ്പിച്ച് രണ്ടാമത്തതിൻ്റെ രേഖകളും ഉടൻ നൽകുമെന്നാണ് ഇക്കാര്യത്തിൽ അമിത് ചക്കാലക്കൽ വിശദീകരണം നൽകുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതേസമയം ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിനിടെ കസ്റ്റംസ് കമ്മീഷണർക്കൊരു ഫോൺ കോൾ വന്നു. കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കുന്നതിനിടെ വന്ന ഫോൺ കോളിന് പിന്നാലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം പാതി വഴിക്ക് അവസാനിപ്പിച്ചു. കമ്മീഷണറെ പരിഭ്രമിപ്പിച്ച ആ കോൾ ആരുടേത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. Sir, already going on, sir. 6:30 was the time, sir. They all come and it's already halfway through, sir. We have not given any sensitive information, sir. We have only said that investigation, all questions investigation is going on, and we are looking at it. But of course, we have told that army insignia and the embassy and details are already investigation. That for. പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. ഇതിനകം നിരവധി പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുക. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ കേസ് മാത്രമല്ല, ചേർത്തലയിൽ കാണാതായ പല സ്ത്രീകളുടെ തിരോധാന കേസുമായും സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിലും അതിന് തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. പല ഘട്ടത്തിലും അന്വേഷണം തടസ്സപ്പെട്ടതായി നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഈ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഏത് പശ്ചാത്തലത്തിലാണ്? കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ശ്രീജ, ഇതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക്, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ജൈനമ്മ തിരോധാന കേസ്, ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 2017 അതിനുശേഷം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചെങ്കിലും 8 വർഷങ്ങൾക്കിപ്പുറം അതിനകത്ത് വലിയ തോതിൽ യാതൊന്നും കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ജൂലൈയിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ജൈനമ്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെയാണ് പിന്നീട് ഈ തിരോധാന കേസുകളെല്ലാം തന്നെ സജീവ ചർച്ചയാകുന്നതും ചൂടുപിടിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ആഴ്ചകൾക്ക് മുമ്പാണ് ബിന്ദു പത്മനാഭൻ എന്ന വ്യക്തി അവരുടെ തിരോധാന കേസ് കൊലപാതക കേസായി ക്രൈംബ്രാഞ്ച് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതായത് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അതുവരെ ഒരു മിസ്സിംഗ് കേസായി നിലനിന്ന കേസ് പിന്നീട് അത് കൊലപാതകമാണ്, ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകി. അതിനുശേഷം അതിന്റെ ഒരു മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. ഏറ്റുമാനൂർ കോടതി നിലവിൽ ജൈനമ്മ കേസിൽ
അറസ്റ്റിലായിട്ടുള്ള സെബാസ്റ്റ്യൻ ഇപ്പോൾ ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ റിമാൻഡിലാണ് ഉള്ളത്. അയാളെ കോട്ടയം ജില്ലാ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. ബിന്ദു പത്മനാഭൻ കേസിൽ, കൊലപാതക കേസിൽ രണ്ടാമത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഇന്നലെ നൽകിയിരുന്നു. ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. മാത്രമല്ല ചൊവ്വാഴ്ച വരെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന കൂത്താട്ടുകുളം കേസ് ഉൾപ്പെടെയുള്ള പുതിയ കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെയുള്ള അന്വേഷണ സംഘവുമായി കോർഡിനേറ്റ് ചെയ്ത് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഇപ്പോൾ ജൈനമ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം SP, ഒപ്പം തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ അടക്കമുള്ള ഒരു 3 പേര് നേതൃത്വം ലീഡ് ചെയ്താണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഷ കേസ് അടക്കമുള്ള കേസുകളിലും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സതീശനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സതീശനെ ദീർഘനേരം ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ സതീഷിന്റെ വീട്ടിലും ലോഡ്ജിലും റെയ്ഡ് നടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ബിന്ദുവിനെ കണ്ടു എന്ന് മാധ്യമങ്ങൾ നമ്മളോട് സ്ഥിരീകരിച്ച ആളാണ് സതീശൻ. അതിനുശേഷം ബിന്ദു ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിർണായകമായ വിവരങ്ങൾ സതീശനെ ചോദ്യം ചെയ്തതോടെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സൂചനകളും ഒക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ബിന്ദു പത്മനാഭൻ കേസിൽ നിർണായകമായ ചുവടുവെപ്പ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശ്രീജ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് BJP നേതാവും തിരുമല കൗൺസിലറുമായിരുന്ന K. അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പൂജപ്പുര പോലീസാണ് കേസ് ഡയറി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറിന് കൈമാറുക. വെള്ളിയാഴ്ച അനിലിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ആത്മഹത്യാക്കുറിപ്പിലെ ഒരൊറ്റ വാചകം വെച്ചാണ് BJPക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയരുന്നത്. അതേസമയം തന്നെ BJP ഇക്കാര്യത്തിൽ പോലീസിന്റെ സമ്മർദ്ദം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണുള്ളത്? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്, പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണം കൈമാറിയത്. പൂജപ്പുര പോലീസ് ഈ SP നേതൃത്വം നൽകുന്ന സംഘത്തിന് ഈ കേസ് ഡയറി അടക്കം ഇന്ന് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുള്ളൊരു ആത്മഹത്യയാണ്. കാരണം ഈ ഒരു CPMന് നേരെ തന്നെ തുടക്കത്തിൽ തന്നെ BJP ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമാണ് ഈ അനിൽകുമാറിന് ഇത്തരം കടുത്ത തീരുമാനമെടുക്കാൻ കാരണമായത് എന്നാണ് ഈ BJPയുടെ ആരോപണം. അതിനുശേഷമാണ് CPM അടക്കം രംഗത്ത് വന്നത്. അതായത് ഈ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണമായത്. അതായത് ഇതിൽ നേതൃത്വം കൃത്യമായ ഒരു സംരക്ഷണം നൽകിയില്ല. പലതവണ ഈ ഒരു ആവശ്യം, ഈ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നേതൃത്വം ഇടപെട്ടില്ല. ഈ ഒരു BJP നേതാക്കന്മാരടക്കം ഈ ഒരു സംഘത്തിൽ നിന്നും പണം ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കടക്കം ഈ ഒരു സംഘത്തിൽ നിന്നും പണം എടുത്തിരുന്നു. പക്ഷേ അതൊന്നും കൃത്യമായി തിരിച്ചടക്കാത്തതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നൊക്കെയായിരുന്നു CPM അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ. അതിൽ ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെ സാമ്പത്തിക തിരിമറി അടക്കം സഹകരണ വകുപ്പ് അന്വേഷിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം പോലീസിലടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലടക്കം പരാതിക്കാർ, അതായത് ഈ പോലീസിൽ പരാതി നൽകിയ പരാതിക്കാർ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല. അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് ഈ പോലീസിൽ പരാതിയുമായി ചെന്നത്. പക്ഷേ ഈ BJP ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആരോപണം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സമ്മർദ്ദം ചെലുത്തി, ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി, അത്തരത്തിൽ ഒരു അഭിമാനക്ഷതം ഏൽക്കുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ഓഫീസിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് BJPയുടെ ആരോപണം. പക്ഷേ ഈ ഒരു സംഘവുമായി ചേർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലടക്കം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി, അതായത് 11 കോടിയോളം ആസ്തിയുള്ള ബാങ്കിൽ 6 കോടിയോളം രൂപ ലോൺ നൽകുകയും ആ ലോൺ തിരിച്ചടവ് മുടങ്ങുകയും അത്തരത്തിൽ വന്ന് FD തുക മെച്യൂർ ആകുന്ന സമയത്ത് തിരിച്ചു നൽകാൻ കഴിയാത്തതുമാണ് വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് അനിൽകുമാറിനെ എത്തിച്ചത്. മാത്രമല്ല ഇതെല്ലാം വളരെ പരിചിതമായ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ബാങ്കുമായി ഇത്തരത്തിൽ ലോണുകൾ എടുത്തതും FD അടക്കമുള്ള പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയത് ഈ വളരെ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ അവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. മാത്രമല്ല അതൊരു വലിയൊരു അഭിമാനക്ഷതം അദ്ദേഹത്തിന് ഏൽപ്പിക്കും. വളരെ കാലം ഈ ഒരു തിരുവനന്തപുരം ഭാഗത്ത് പൊതുരംഗത്ത് വളരെ പ്രശസ്തമായ രീതിയിൽ
ജോലി ചെയ്തിരുന്ന, അതായത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കടബാധ്യത തൻ്റെ പേരിലേക്ക് മാത്രം ഒതുങ്ങുമോ എന്ന് മനസ്സിലായ സമയത്തായിരുന്നു അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തി തുറന്ന വൻ കവർച്ച. 90 പവനും 1 ലക്ഷം രൂപയും കവർന്നു. റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ മോഷണം നടന്നത്? സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും സംശയങ്ങൾ പറയുന്നുണ്ടോ? ശ്രീജ, ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു മോഷണമാണ് ഈ പറയുന്ന വിഴിഞ്ഞം വെണ്ണിയൂരിൽ നടന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഗിൽബർട്ട് എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ നിന്ന് 90 പവനും ഏകദേശം 1 ലക്ഷം രൂപയും ആണ് കവർന്നതായി നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ വയനാട് ജോലി നോക്കുന്നു. മകന്റെ സ്വർണമാണ് ഈ വീട്ടിലുണ്ടായിരുന്നതാണ് ഗിൽബർട്ട് നമുക്ക് പറയുന്നത്. ഗിൽബർട്ടിന്റെ സഹോദരിയുടെ പുത്രൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അപ്പൊ തുടർന്ന് ഇവർ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നത് സഹോദരി വീട്ടിലായിരുന്നു. അതുപോലെ വീട് പൂട്ടി ഇന്നലെ പോയിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിലും മുൻവാതിൽ തുറന്ന് സംശയം തോന്നി നടത്തിയ പരിശോധനയിലായിരുന്നു വീടിനകത്ത് മോഷണം നടന്നതായി ഇവർ മനസ്സിലാക്കുന്നത്. വീടിന് അലമാര കുത്തി തുറന്നായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്നത്. പിൻവാതിൽ തുറന്നായിരുന്നു മോഷ്ടാക്കൾ പോരുന്നത്. മുൻവാതിലും പിൻവാതിലും തുറന്ന നിലയിലായിരുന്നു. അതേസമയം ഗേറ്റ് തകർത്തിരുന്നില്ല, ഗേറ്റ് പൂട്ട് തകർത്തിരുന്നില്ല. ഗേറ്റ് മതിൽ ചാടിക്കടന്നായിരിക്കാം മോഷ്ടാക്കൾ വീട്ടിലേക്ക് പ്രവേശിച്ചെന്നാണ് പ്രാഥമിക വിവരം. എന്തായാലും വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു വലിയൊരു മോഷണമാണ് ഈ പ്രദേശത്ത് നടന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തക സമിതി യോഗം വർഷങ്ങൾക്ക് ശേഷം, അതായത് 1940 ശേഷം ബീഹാറിൽ ചേരുന്നത്. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ ഹിമാചൽ പ്രദേശ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തും ഭരണമില്ല. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിജയം അതാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് പോകാറുണ്ടെങ്കിൽ പോലും ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന പതിവ് കുറവാണ്. പക്ഷേ ഇത്തവണ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം, രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ വോട്ട് കൊള്ള ആരോപണം ഉന്നയിച്ച് അതിന് പിന്നാലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒരു യാത്ര നടത്തി. ഏതാണ്ട് 1300 കിലോമീറ്റർ ഇത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളുടെ യാത്ര സഞ്ചരിച്ചു. അങ്ങനെ ജനങ്ങളുമായി സംവദിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചത് പോലും കോൺഗ്രസിൻ്റെ മോശം സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. 70 സീറ്റിൽ മത്സരിച്ചു, 19 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തെ ബാധിക്കും, അല്ലെങ്കിൽ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും എന്നതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾക്ക് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം രൂപം നൽകും. രണ്ടാമത്തെ കാര്യം, വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി തുടർച്ചയായി ഉന്നയിച്ചു വരുന്ന വിഷയമാണ്. കർണാടകയിലെ 2 മണ്ഡലങ്ങളുടെ ഉദാഹരണ സഹിതം 2 വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞു. ഇപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് ഹൈഡ്രജൻ ബോംബ് പൊട്ടാനുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വാരണാസിയിലെയും അടക്കം ചില കണക്കുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുമെന്ന സൂചനകളുണ്ട്. ഉടൻ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നേതാക്കളും പറയുന്നു. ഈ സാഹചര്യത്തിൽ ആ വിഷയം വോട്ട് കൊള്ള ദേശീയ തലത്തിൽ ചർച്ചയാക്കി ഒരു പ്രചാരണ വിഷയമാക്കി എങ്ങനെ മാറ്റും എന്നതിനൊരു രൂപരേഖ തയ്യാറാക്കുകയാണ് പ്രവർത്തക സമിതി യോഗത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട. ഏതായാലും എന്തൊക്കെ വിഷയങ്ങൾ ഇനി ഉന്നയിക്കാൻ പോകുന്നു, ഇതെങ്ങനെ ഏറ്റെടുക്കും തുടങ്ങിയ കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി ഈ യോഗത്തിൽ ഒരു വിശദീകരണം നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഏതായാലും യോഗം കടക്കുക. ഏതായാലും ബീഹാറിൽ നടക്കുന്ന സമ്മേളനത്തെ അല്ലെങ്കിൽ പ്രവർത്തക സമിതിയെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് 2ാം സ്വാതന്ത്ര്യ സമരം എന്ന വിശേഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. ശ്രീജ. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. CPIയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന് ഇന്നറിയാം. പുതിയ ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ കൗൺസിൽ അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കും. പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന് ചർച്ചയിൽ കേരള ഘടകം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഘടകങ്ങൾക്കും ഈ നിലപാടിനോട് യോജിപ്പുണ്ട്. D. രാജയ്ക്ക് ഇളവ് നൽകുമോ എന്നതിൽ മറ്റ് സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലുണ്ടായ വിള്ളൽ സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ വലിയൊരു തലത്തിലേക്ക് മാറുകയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള നിലപാടിൽ തെല്ലും മാറ്റമില്ലാതെ തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാനുള്ള ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ ശ്രമം തുടരുന്നതിനിടെ രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സതീശൻ ആവർത്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ സമീപകാല വിജയ ഫോർമുലയ്ക്കേറ്റ മുറിവിന്റെ ആഴം കൂടുകയാണ്. പാലക്കാട്ടും സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിവാദത്തിന് ശേഷം ആദ്യമായി പാലക്കാടെത്തിയ സതീശൻ UDF നയ വിശദീകരണ കൺവെൻഷനിലാണ് രാഹുലിനെതിരായ നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത്. പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് ചർച്ച നടത്തി. MLAയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊരാൾ മാത്രം എടുത്ത തീരുമാനമല്ല, നടപടിയെക്കുറിച്ച് ഘടകകക്ഷികളെ അറിയിച്ചിട്ടുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാർട്ടി അറിയിച്ചത്. അതിന് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും. ഏത് പാർട്ടിയിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അത് ഘടകകക്ഷി നേതാക്കളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ നിയമസഭയിൽ സ്പീക്കറെയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതൊരു സംഘടനാപരമായ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിൽ പക്ഷം ശ്രമം തുടരുന്നതിനിടെയാണ് സതീശന്റെ കടുത്ത നിലപാട്. UDF ജില്ലാ ചെയർമാൻ രാഹുൽ ഉടൻ പാലക്കാട് എത്തുമെന്നും മണ്ഡലത്തിന് നാഥനില്ലാത്ത അവസ്ഥ മാറുമെന്നും പറഞ്ഞിരുന്നു. MLA ഇല്ലാത്തൊരവസ്ഥ, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഉപകാരത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. വരും അതിലെന്താ സംശയം? ഈ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് തിരുത്തുമ്പോൾ നിശബ്ദമെങ്കിലും ഉരസൽ വ്യക്തം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഹുലിനെ കൈവിട്ടതിനെതിരെ ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള കൗൺസിലർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഏതാനും നേതാക്കൾ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 1ഉം 2ഉം പ്രതികളായ CK ഗോപാലകൃഷ്ണനും KM ഷാജഹാനും എത്തിയിരുന്നില്ല. ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഷാജഹാനും ഉടൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് നീക്കം. 3ആം പ്രതിയായ യാസർ എടപ്പാളിനോടും ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. ഇയാൾ വിദേശത്താണ്. ഹാജരായില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയേക്കും. മെറ്റയുടെ റിപ്പോർട്ട് കൂടി പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുകൂടി പരിഗണിച്ചാകും തുടർ നടപടി. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികനായ കരവാളൂർ സ്വദേശി സംഗീതാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം മണ്ണന്തല മരുതൂരിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്കുപറ്റി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട KSRTC ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. H-1B വിസയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ വിസ ലോട്ടറി സിസ്റ്റം ഒഴിവാക്കി ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികളിലേക്ക് മാത്രം ആളുകളെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികൾക്ക് 4 തവണ വരെ വിസ നൽകാനാവുന്ന രീതിയിലാവും മാറ്റം കൊണ്ടുവരിക. നവരാത്രി ആഘോഷ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാനവമി ദിനമായ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാവും. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുഖ്യതന്ത്രി നിത്യാനന്ദ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. യോഗനിദ്ര ഭാവത്തിലാണ് ആദ്യ ദിനത്തിലെ ദേവീ സങ്കല്പം. നവരാത്രി ആഘോഷങ്ങൾക്ക് സാക്ഷികളാവാൻ മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ദേവീ സന്നിധിയിൽ ദിവസവും എത്തിച്ചേരുന്നത്. മഹാനവമി ദിനമായ ഒക്ടോബർ 1 രാവിലെ 11:30 ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. തുടർന്ന് സരസ്വതി മണ്ഡപത്തിൽ 20ഓളം പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. വിജയോത്സവ ചടങ്ങുകളോടെയാണ് 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന്
പരിസമാപ്തിയാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇതോടെ ന്യൂസ് അറ്റ് 9 പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ന്യൂസ് ട്രെൻഡ്സിന്റെ സമയമാണ്. TG സജിത് ചേരും.